വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം ദ നെറ്റോസ്. കുറേ നാളായി അങ്ങനെ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് എൻ്റെ കാല് ഇപ്പോൾ ഏകദേശം ശരിയായി. എന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ പോയപ്പോൾ ഡ്രസ്സ് ചെയ്ത് തരുന്ന ആ ചേച്ചി പറഞ്ഞതെന്ന് വെച്ചാൽ ഹോപ്പ്ഫുള്ളി സ്റ്റിച്ചസ് ഒക്കെ നമുക്ക് ട്യൂസ്ഡേ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ദിസ് ഇസ് സൺഡേ ബൈ ദ വേ. പിന്നെ എനിക്ക് മൺഡേയിൽ വീണ്ടും പോകണം കാല് ഡ്രസ്സ് ചെയ്യാനായിട്ട്. ചിലപ്പോൾ മൺഡേയിൽ സ്റ്റിച്ച് എടുക്കാം, അല്ലെങ്കിൽ ട്യൂസ്ഡേ. ഞാനിതിനിടയ്ക്ക് കാലിന്ന് താഴത്തൊക്കെ ഇങ്ങനെ ഒന്ന് അമർത്തി നോക്കിയായിരുന്നു. അപ്പോൾ ഒരു ഡിസ്കംഫേർട്ട്, ആ സ്റ്റിച്ചിൻ്റെ കെട്ടും എല്ലാം പാദത്തിൻ്റെ അടിയിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു ഡിസ്കംഫേർട്ട് എന്തോ അവിടെ ഉള്ളതുപോലെയൊക്കെ. പെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു പെയിനും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് മൺഡേ ചെന്നിട്ട് ഞാൻ അതിനെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് പറയാം. ഇന്നത്തെ വീഡിയോയിൽ കടലാകെ കാണിക്കാൻ പറ്റുന്നത് ദേ ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരം അത് കാണിച്ചത്. രാവിലത്തെ കോഫി ആയിട്ടാണ് ഞാൻ അവിടെ പോയിരുന്നത്. നിലു എണീറ്റിട്ടുണ്ടായിരുന്നു. അവനുള്ള അമൃതം അമ്മ കൊടുത്തിട്ടുണ്ട്. കടൽ അങ്ങനെ കാണിക്കാനായിട്ട് എനിക്ക് മേലെ സ്റ്റെപ്പ് കയറാൻ പറ്റുമെങ്കിലും പക്ഷേ കാല് വേദന എടുക്കും. അപ്പോൾ അങ്ങനെ അത്രയ്ക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഞാനങ്ങനെ മേലെ കയറിയിട്ടുള്ളൂ. ഈ ഒരു രണ്ട് മൂന്നല്ല ഒരാഴ്ചയായെന്ന് തോന്നുന്നു. യെസ്, ഇറ്റ് ഈസ് 1 വീക്ക്. കഴിഞ്ഞ സൺഡേ നൈറ്റാണിത് നടന്നത്. ഈ സൺഡേ ആകുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഈ ഓഡിയോ ഇടുന്നത് ഏകദേശം ഒരു 12 o'clock സൺഡേ. ഒരു വീക്കായി. രാവിലെ അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്മാവും ഏത്തപ്പഴവുമാണ് കേട്ടോ. ഇതിന് മുന്നേ ഒരു ഡേ ഇൻ ദ ലൈഫ് ഷോർട്സ് ചെയ്തപ്പോഴും ഉപ്മാവും ഏത്തപ്പഴവുമായിരുന്നു. എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന ഉപ്മാവ് നല്ല ഇഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞു പോകും. അമ്മ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കുഴഞ്ഞു പോകത്തില്ല, ഇങ്ങനെ തരിതരിയായിട്ട് നിൽക്കും. അപ്പോൾ ഇതേ ഏത്തപ്പഴം ഫ്രിഡ്ജിലുള്ളത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. കുക്കു സാർ ഇവിടെ ഇല്ല. ഫോർ ദ പാസ്റ്റ് വീക്ക് അവൻ പുലിച്ചിറ തന്നെ ആയിരുന്നു. അവിടുന്ന് സ്കൂളിൽ വരും, അവിടെ തന്നെ തിരിച്ചും പോകും. മമ്മീൻ്റെയും ഡാഡിയുടെയും കൂടെ സ്കൂളിൽ വന്നിട്ട് അങ്ങനെ തന്നെ തിരിച്ചും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുക. നിലുവിന് ഏത്തപ്പഴം പഞ്ചസാരയും ബൂസ്റ്റും ഒക്കെ ഇട്ട് കൊടുത്ത് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ആലനും ഇങ്ങനെ അറിയാമല്ലോ, ഇങ്ങനെ അധികം എണീറ്റ് നിന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അമ്മയ്ക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കേബിളിൻ്റെ പിരിവിനായിട്ടും പോകണം. അപ്പോൾ അതുകൊണ്ട് ഈ പഴംപൊരിയുടെയും വൈകിട്ടത്തെ കടിയുടെയും പരിപാടിയൊക്കെ ഈ ഒരു കഴിഞ്ഞ ഒരാഴ്ചയോടെ ഇങ്ങനെ നിർത്തി വെച്ചേക്കുകയാണ്. ഈവൻ വീഡിയോസ് പോലും ഞാൻ ഒന്നും തന്നെ ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ലോങ് വീഡിയോസ് ഞാൻ മുൻപ് എടുത്തു വെച്ചിരുന്ന വീഡിയോസ് തന്നെയാണ് ഞാൻ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് നിങ്ങൾ ഈ കാലിൻ്റെ കാര്യം അറിയാൻ വെനസ്ഡേ വരെ ആയത് കേട്ടോ. ഞാൻ ഉപ്മാവ് വാരി കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ കടിച്ചെടുക്കാൻ നോക്കി പ്ലേറ്റിൽ നിന്ന്. അപ്പോൾ ആ മുഖത്തും മൂക്കിലും എല്ലാം ഉപ്മാവായി. അത് ഞാൻ തുടയ്ക്കാൻ നോക്കിയിട്ട് സമ്മതിക്കുന്നില്ല. അങ്ങനെ അമ്മ അതൊക്കെ ക്ലീൻ ചെയ്യുവാണ്. ഇന്ന് അമ്മേൻ്റെ വക സൺഡേ ആയിട്ട് ബീഫ് മേടിച്ചില്ല. 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇറച്ചിയൊക്കെ മേടിക്കേണ്ട ഒരു സംഭവമുണ്ട്. അതുകൊണ്ട് ഇന്ന് മേടിച്ചില്ല. കുറച്ച് ബ്രൊക്കോളി ഇരുന്നത്, അത് ഇനി ഇരുന്നാൽ കൊള്ളത്തില്ല. അപ്പോൾ അമ്മ അത് മുമ്പ് ഇങ്ങനെ, എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ ഈ ഈസ്റ്ററിൻ്റെ സമയത്ത് നോമ്പ് പിടിക്കുമ്പോൾ കോളിഫ്ലവർ ഇറച്ചിക്കറി വെക്കുന്ന കണക്ക് വെക്കും, വറുത്തരച്ച്. അതുപോലെ അമ്മ ഇപ്പോഴത്തെ ബ്രൊക്കോളിയാണ് കറി വെച്ചുകൊണ്ടിരിക്കുന്നത്. തേങ്ങയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളകും കൂടെ എങ്ങാണ്ട് നല്ലപോലെ വറുത്ത് അരച്ചിട്ട് അത് എണ്ണയിലിട്ട് അതിലേക്ക് ബ്രോക്കോളിയും തക്കാളിയും ഉള്ളിയൊക്കെ കൂടെ അമ്മ കുക്കറിൽ വേവിച്ചതാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത്. ഈ കറിയുടെ പരിപാടി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അത് അവിടെ നിന്ന് തിളച്ച് അങ്ങ് കറി ആയിക്കോളും. ഉപ്മാവും കുറച്ചേ കഴിച്ചുള്ളൂ, അതുകൊണ്ട് ഞാനൊരു ബനാനയും കൂടെ കൊടുത്തു. ബനാനയുടെ കൂടെ ഷുഗറും ബൂസ്റ്റും ഇട്ട് കൊടുത്തു. ഇപ്പോൾ കുക്കു ഇല്ലാത്തതുകൊണ്ട് അവനാണ് സാധാരണ ഈ മൊരിച്ച പഴംപൊരി എന്നും പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് വരുന്നത്. അതുകൊണ്ട് ബനാനയൊക്കെ ഇങ്ങനെ ഇരിക്കുക. ഒരു 3 ദിവസം 4 ദിവസമൊക്കെ വെച്ച് മുൻപ് ഏത്തപ്പഴം മേടിക്കേണ്ടി വരുമായിരുന്നു. ഇപ്പോൾ ആ ഇരുന്ന ഏത്തപ്പഴം തന്നെ കണ്ടില്ല, അത് ഫ്രിഡ്ജിൻ്റെ അകത്തിരുന്ന് തൊലി അങ്ങനെ കറുത്തതാണ്. ഈ ടേബിളിൽ അമ്മ അതങ്ങെടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിരുന്നു കേട്ടോ. ഞാൻ അന്ന് ഈ ടേബിൾ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒരു ഷോർട്സ് ആയിട്ട് എടുത്ത ദിവസമാണ് കാല് മുറിഞ്ഞത്. അപ്പോൾ അന്ന് ഈ ടേബിളിലേക്ക് എടുത്ത് വെച്ച ബനാന നെക്സ്റ്റ് ഡേ അമ്മ അത് ഫ്രിഡ്ജിലേക്ക് ആക്കിയതാണ്. സ്കൂളിൽ എനിക്ക് കമ്പ്യൂട്ടറിൻ്റെ റിവിഷൻ ഞാൻ കൊടുത്തിട്ടില്ല കുട്ടികൾക്ക്. അപ്പോൾ അത് കൊടുക്കാനായിട്ട് എനിക്ക് ഒരു ചീത്ത ശീലമാണോ നല്ല ശീലമാണോ എന്നറിയത്തില്ല, എനിക്കൊരു 2-3 ഡയറീസ് ഉണ്ട് സ്കൂളിൽ. ഒന്നിൽ എന്തെങ്കിലും ഇവൻറ്റ് വരുന്ന കാര്യങ്ങൾ മാത്രം എഴുതി വയ്ക്കും. ഒന്നിൽ ഞാൻ കൊടുക്കാനുള്ള നോട്ട്സും ക്വസ്റ്റ്യൻ പേപ്പറും റിവിഷൻ നോട്ട്സ് അതൊക്കെ എഴുതി വയ്ക്കും. പിന്നെ ഉള്ളതിൻ്റെ അകത്ത് കുറച്ചുകൂടെ പേഴ്സണലായിരിക്കും, എന്തെങ്കിലും മറക്കണ്ടാത്ത, അല്ലെങ്കിൽ ഇന്ന ഡേറ്റിൽ ഇന്നത് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും എഴുതി വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ടീച്ചേഴ്സിനോട്, അവരെന്നെ കാണാൻ വന്നിരുന്നു ഫ്രൈഡേ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ടേബിളിലുള്ള ഡയറി എല്ലാം ഇങ്ങനെ എടുത്തുകൊണ്ട് പോരെ, ഞാൻ റിവിഷൻ നോട്ട്സ് ആർക്കെങ്കിലും എഴുതി തരാം, ഫ്രീ ആയിട്ടല്ല, എനിക്ക് ക്ലാസ്സുള്ള സമയത്ത് ആരാണോ ക്ലാസ്സിൽ കയറുന്നത് അവർക്കത് കൊടുത്താൽ മതിയല്ലോ. ഞാൻ റിവിഷൻ നോട്ട്സ് എഴുതിയ ഡയറി ഒഴികെ ബാക്കി എല്ലാ ഡയറിയും ഇവിടെ വന്നു. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ച് കാണും, ഞാൻ കുറേ നേരം മറിച്ചും തിരിച്ചുമൊക്കെ നോക്കി. ഇതിൽ 2-3 ഡയറീസ് ഏകദേശം ഒരേ കണക്കിരിക്കുവാണ്. അപ്പോൾ എന്തായാലും ആ സംഭവം ഇല്ല. അപ്പോൾ ഇന്ന് എനിക്ക് സ്കൂളിലെ പണി ഒന്നും തന്നെ എടുക്കാൻ പറ്റത്തില്ല.
ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഞാൻ ഫിനിഷ് ചെയ്തു. 4th സ്റ്റാൻഡേർഡിൻ്റെ വരെ, സാറ്റർഡേ 4th സ്റ്റാൻഡേർഡിൻ്റെയും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് റെഡിയായി. ഇനി ഞാൻ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ക്ലാസ് വീതം ഞാൻ മെയിൽ അയച്ചുകൊണ്ടിരിക്കും. അവിടെ നിന്ന് അതങ്ങ് പ്രിൻ്റ് എടുത്ത് സെറ്റാക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പരിപാടി ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് ബോറടിച്ച് ഇരുന്ന് ഞാൻ ചടഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഐ ഹാവ് ടു ഡൂ സംതിങ്, എന്തെങ്കിലും ഇങ്ങനെ ചെയ്തേ പറ്റൂ. ഇറ്റ് ഈസ് എ വെരി, എന്തുവാ പറയുന്നത്, ഇത്ര ബോറിംഗ് ആയിട്ട്, ബട്ടർലി ബോറിങ് എന്നാണ് ഞാൻ എനിക്ക് മെസ്സേജ് അയച്ച എല്ലാവരോടും പറഞ്ഞത്. അത്ര ബോറിങ്, ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഇന്ന് എൻ്റെ ഈ ഒറ്റക്കാലം വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമെന്ന് തീരുമാനിച്ചു. ആ ടേബിളിലിരിക്കുന്ന സ്റ്റാൻഡും കുറച്ച് പിന്നെ കണ്ടെയ്നേഴ്സും ഒക്കെയാണ് ഇരിക്കുന്നത്, നമുക്ക് ഗ്രോസറിയും പ്രൊവിഷൻസും ഒക്കെ ഇട്ട് വയ്ക്കാനായിട്ട്. ഇതൊക്കെ വന്നിട്ട് ഏകദേശം ഒരാഴ്ച മേലെ ആവുന്നു. ഇതൊന്നും ഞാൻ തൊടാതെ അങ്ങനെ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ കാലൊന്നും ഓക്കെ ആയി വരുന്ന സ്ഥിതിക്ക് ഞാൻ എന്തായാലും ഇന്ന് പരിപാടി ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ ആ ഡൈനിങ് ടേബിളൊന്ന് ഒതുക്കി, എപ്പോഴും എടുക്കാത്ത ഈ ഒരു ചെറിയ, ഇപ്പോൾ ഞാൻ വെച്ച ആ സംഭവമില്ലേ, അതിലെന്തെങ്കിലും പിക്കിളുണ്ടെങ്കിൽ മാത്രം, ഗസ്റ്റ് ഉണ്ടെങ്കിൽ ആക്കിയിട്ട് മാത്രമേ ഞാൻ ടേബിളിൽ വെക്കാറുള്ളൂ. അല്ലെങ്കിൽ അത് ഞാൻ ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ട ആ ഷെൽഫിലാണ് കുറച്ച് നൈസായിട്ടുള്ള ഈ ക്രോക്കറി ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നത്. അതൊക്കെ അവിടെ എടുത്ത് അടുക്കി പറക്കി വെച്ചു. പിന്നെ ടിഷ്യൂ പേപ്പർ ഇരുന്ന ബാസ്ക്കറ്റ് എനിക്ക് കുറച്ച് വലുതായിട്ട് തോന്നി. അന്ന് കുറച്ചധികം പേര് ഇവിടെ വരാനുള്ളത് കൊണ്ടാണ് ഞാൻ അത്രയും കൂടുതൽ എടുത്ത് വെച്ചിരുന്നത്. അതുകൊണ്ട് 2-3 ടിഷ്യൂ പേപ്പർ മാത്രമാക്കി ഒരു ചെറിയ ബാസ്ക്കറ്റിലാക്കി അതും ടേബിളിൽ വെച്ചു. ഡൈനിങ് ടേബിളിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും എൻ്റെ സഹായിയും കൂടെ അവിടെ നിന്ന് കണ്ടെയ്നറിൻ്റെ ബോക്സ് കൊണ്ടുവന്ന് കിച്ചണിൽ വെച്ചിട്ട്, ഇതാകുമ്പോൾ ഇരുന്നുള്ള പണി എനിക്ക്, അതായത് ഞാൻ ഇരുന്ന് പണിയെടുക്കാൻ പോവുകയാണ്. മാക്സിമം ഇരിക്കുക, പക്ഷേ എന്തെങ്കിലും ചെയ്യുക, അതാണ് ഇന്നത്തെ എൻ്റെ മോട്ടോ. എനിക്കിനി വയ്യ, എനിക്കിനി സിനിമ പോലും ഞാൻ കാണണ്ട. ഓരോന്ന് എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് വയ്യ. ഇത് കണ്ടു തീർക്കുന്ന അത്രയും സമയം ഞാനിങ്ങനെ ചുമ്മാ കിടക്കണമെന്ന് അതിങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ ഇറ്റ് ഈസ് വെരി, എനിക്ക് പറ്റുന്നില്ലടാ. അപ്പോൾ എന്തായാലും ഞാൻ ഇരുന്ന് ഈ കണ്ടെയ്നറിൻ്റെ ഒരു സെറ്റ് ഞാൻ ഇനീഷ്യലി ഒരു ഓൺലൈൻ സൈറ്റിൽ ഓർഡർ ചെയ്തിരുന്നു. ദേ ഹാവ് ഫെയിൽഡ് മിസറബിളി ടു ഡെലിവർ ഇറ്റ് ഓൺ ടൈം. അതുകൊണ്ട് ഞാനിപ്പോൾ മാറ്റി ഓർഡർ ചെയ്തതാണ്. അതാണിപ്പോൾ വന്നേക്കുന്നത്. മറ്റേടത്തുനിന്ന് എനിക്ക് റീഫണ്ട് ഒന്നും വന്നിട്ടില്ല. വരും, എപ്പോഴെങ്കിലും വരും. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 700 to 800 ഇടയ്ക്കാണ് കേട്ടോ. ഇതൊരു 24 കണ്ടെയ്നേഴ്സ് ഉണ്ട്. ആ ഓരോന്നിലും ഏറ്റവും ലാർജ് എനിക്ക് തോന്നുന്നു 1000 ml 1150 ml എങ്ങാണ്ടാണ്. പിന്നെ അതിൻ്റെ ചെറുത് വീതം. അപ്പോൾ ഒരു ഇതിൽ തന്നെ, ഒരു പാക്കറ്റിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു 4 കണ്ടെയ്നർ, 4 അടപ്പ്, 4 ഇടാനുള്ള സ്പൂൺ, അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ മൊത്തം ഒരു 6 സെറ്റ് ഉണ്ട്. അത് ഞാനിങ്ങനെ നിവർത്തി ഓരോന്ന് വീതം അടുക്കി വെക്കുകയാണ്. ഇവിടെയുള്ള ഞാൻ സാധനങ്ങൾ ഇട്ട് വെച്ചുകൊണ്ടിരുന്ന കുപ്പിയൊക്കെ തൈരിൻ്റെ കുപ്പിയും, പിന്നെ തൈരിൻ്റെ തന്നെ എല്ലാം തൈരിൻ്റെ തന്നെ പല ഷേപ്പിലുള്ള കുപ്പികൾ അങ്ങനെ ഒരേപോലത്തെ കളക്ട് ചെയ്താണ് ഞാൻ ഇട്ട് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എനിക്ക് എന്താ പറയുക, ഒരു ലുക്ക് വരത്തക്ക രീതിയിൽ അടുക്കണം എന്നുണ്ട്. ഈ പുറകിലത്തെ ഷെൽഫ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തിളക്കത്തിൽ ദിലീപ് പറയുന്ന പോലെ ഇത് പൊളിക്കാൻ കുറേ നേരം എടുക്കുമല്ലോ എന്ന് പറയുന്നതാണ്. ഇതെല്ലാം തീരാൻ കുറേ സമയം എടുക്കുമല്ലോ എന്നാണ് ഞാൻ അപ്പോൾ ചിന്തിച്ചത്. ബിക്കോസ് കറൻ്റ്ലി ഞാനൊരു അഴിച്ചുപണിയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ തിരിച്ച് കിച്ചണിലേക്ക് കയറുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഒരാഴ്ച ചത്ത് കിടന്നിട്ടാണല്ലോ തിരിച്ച് വരുന്നത്. അപ്പോൾ കിച്ചണിലും എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വേണമെന്ന് എനിക്കൊരാഗ്രഹം. ആലൻ അപ്പോഴത്തേക്ക് താനീന്ന് വന്നിരുന്നു കേട്ടോ. അപ്പോൾ അമ്മേനോട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇവൾക്ക് അടുത്തൊരു വട്ട് തോന്നുമ്പോൾ ഇതൊക്കെ കളയും, എന്നിട്ട് വേറെ മേടിക്കുമെന്ന്. പക്ഷേ ആദ്യത്തെ സെറ്റ് ഇവിടെ ഉള്ള ഒരു കണ്ടെയ്നേഴ്സും ഒരു സാധനം ഭരണി ഒഴികെ ബാക്കി എല്ലാം എനിക്ക് ചേച്ചി തന്ന ഡബ്ബാസും മമ്മി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഡബ്ബയൊക്കെ തന്നെയാണ്. അപ്പോൾ പിന്നെ കുറേ സമയം ഇതിന് വേണ്ടി എടുക്കുന്നത് കൊണ്ട് ഞാൻ പിന്നീടുള്ള കുറേ കാര്യങ്ങൾ ഷൂട്ട് ചെയ്തില്ല. ഓരോ ബക്കറ്റ് വീതം എടുത്ത് ഈ ബ്ലൂ ബക്കറ്റും പിന്നെ ഒരു പിങ്ക് ബക്കറ്റിലും ഒക്കെ പാക്കറ്റ്സ് ആയിട്ട് കുറേ സാധനങ്ങൾ ഞാൻ ഇട്ട് സൂക്ഷിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതെല്ലാം കുപ്പിയിലാക്കി കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമാവുന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഇപ്പോൾ ഈ പരിപാടി ചെയ്തത്. അങ്ങനെ ഓരോ ഐറ്റംസായിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഓരോ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലേബൽ, ഇതും ഒരു 88 റുപ്പീസിന് മറ്റോ എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടിയത്. എന്തോ ഷിപ്പിംഗ് ചാർജൊക്കെ കൂടിയിട്ട് അതൊരു 110 മറ്റോ ആയിട്ടുണ്ട്. അതിൻ്റെ കൂടി ഒരു വൈറ്റ് പെൻസിലും കിട്ടും, സോ ദാറ്റ് വി ക്യാൻ റൈറ്റ്. പലതും ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയാണ് വരുന്നത്. അത്രയും സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാവത്തില്ല. അപ്പോൾ നമുക്ക് കുറേ വേസ്റ്റായി പോകും. അപ്പോൾ നമ്മളായിട്ട് എഴുതുന്നതാണെങ്കിൽ പ്ലസ് ഇത് നിങ്ങൾക്ക് റബ്ബ് ചെയ്യുകയും ചെയ്യാം. ഒരു തുണി വെച്ച് തുടച്ചാൽ അത് പോകും. ഒരു നനഞ്ഞ ചോക്കിൻ്റെ ഒരു പരുവാണ് നമ്മൾ എഴുതുമ്പോൾ കേട്ടോ. ഈ ഐബ്രോ പെൻസിലൊക്കെ പോലെ തന്നെ. പക്ഷേ ഒറ്റ സ്വൈപ്പിലൊന്നും കൈവച്ച് ഇതങ്ങ് മായ്ക്കാൻ പറ്റത്തില്ല. ഒരിത്തിരി ബലം കൊടുത്താൽ അതങ്ങ് മാഞ്ഞു പോകും. അങ്ങനെ കുറച്ച് സൈസ് ചെറിയ സാധനമാണ് ഞാൻ എടുത്തത്. കാരണം എൻ്റെ കയ്യിൽ വലിയ കുപ്പികൾ തൊട്ട് തീരെ കുഞ്ഞു കുപ്പികൾ വരെ ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും ചേരണമല്ലോ.
ഈ എഴുതി വെക്കുമ്പോഴത്തേക്ക് മറന്നു പോകാതിരിക്കാൻ, ഇട്ട് വെച്ച എനിക്കും മറന്നു പോകാതിരിക്കാനായിട്ട് ഞാൻ ഓരോ കണ്ടെയ്നേഴ്സ്, ഓരോ സെറ്റ് എടുത്തിട്ട് 6 ഒരു സെറ്റ് എടുത്തിട്ട് അത് 6 ലേബൽ ചെയ്ത് മാറ്റിയിട്ടാണ് അടുത്തടുത്തത് ഇങ്ങനെ ലേബൽ ചെയ്യുന്നത്. അപ്പോൾ അറ്റ് എ ടൈം ഞാനൊരു 6 ലേബലിൽ എഴുതും, 6 ഒട്ടിക്കും, പിന്നെ അടുത്തത്. ഇത് നമുക്ക് ഒത്തിരി ബാക്കി വരും കേട്ടോ. ഇത് അറൗണ്ട് എനിക്ക് തോന്നുന്നു 150 മറ്റോ പീസസ് ഉണ്ട് ആ സാധനം. അപ്പോൾ ബാക്കി നമുക്ക് എവിടെയെങ്കിലും റോൾ ചെയ്ത് വെക്കാം. ആ പെൻസിലും യൂസ്ഫുൾ ആയതുകൊണ്ട് അതങ്ങനെ വെക്കാം, നമുക്ക് ഷാർപ്പൺ ചെയ്ത് യൂസ് ചെയ്യാം. ഈ അറേഞ്ച്മെൻറ്റ് ഒരു 2-3 തവണ ഞാൻ മാറ്റിയും തിരിച്ചുമൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കിതിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ കുറേ നേരം ഇടയ്ക്ക് ഞാൻ പിന്നെ ക്യാമറ ഓഫാക്കി, കാരണം ഒത്തിരി സമയം എടുത്തിട്ടാണ് ചെയ്തത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കയറി നിൽക്കും, ഓരോന്ന് ചെയ്യും, എന്നിട്ട് ഇറങ്ങും, അവിടെ ഇരിക്കും. പിന്നെ കുറച്ച് നേരം ഈ സ്ലാബിൻ്റെ പുറത്തിരുന്നിട്ടൊക്കെയാണ് ചെയ്തത്. അപ്പോൾ അതൊന്നും ഞാൻ അങ്ങനെ കാണിച്ചിട്ടില്ല. എന്നാലും എൻ്റെ ഒരു ഏകദേശം ഐഡിയ നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാവും. ഒരു പോട്ട് ഞാൻ ആദ്യം മേളിൽ വെച്ചു, പിന്നെ അത് താഴെ വെച്ചു, 2ാമത്തെ തട്ടിൽ വെച്ചു. പിന്നെ അത് ആർട്ടിഫിഷ്യലാണ് കേട്ടോ ആ പ്ലാന്റ്. ഇതിൻ്റെ അകത്ത്, ഈ വീട്ടിൻ്റെ അകത്ത് ഞാൻ എങ്ങനെയൊക്കെ തലകുത്തി നിന്ന് നോക്കിയിട്ടും നാച്ചുറലായിട്ടുള്ള പ്ലാന്റ്സ് വളരുന്നില്ല അകത്ത്. പുറത്ത് പിന്നെ ഞാൻ നോക്കാറുമില്ല. ഞാൻ വളർത്തിയാൽ വളരത്തില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ അതിനോട്ട് മെനക്കെടുന്നില്ല എന്നുള്ളൂ. അപ്പോൾ അത് ഞാനൊരു ആർട്ടിഫിഷ്യൽ പോട്ടാണ് വെച്ചേക്കുന്നത്. പിന്നെ ഈ ഒരു സ്റ്റാൻഡ്, ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. അതിനും റേറ്റ് വളരെ കുറവാണ്, അറൗണ്ട് 300 to 400 റേഞ്ചിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് ഇപ്പോൾ ആ വെച്ചിരിക്കുന്ന വുഡൻ സ്റ്റാൻഡ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലിരുന്ന ആ വൈറ്റ് മുമ്പത്തെ പ്ലാസ്റ്റിക് സ്റ്റാൻഡില്ലേ, അതൊക്കെ ഒഴിവാക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ പരിപാടി തുടങ്ങിയത്. പക്ഷേ ഒരെണ്ണം മാത്രം എനിക്ക് തിരിച്ചെടുക്കേണ്ടി വന്നു. ഈ ഒരു ബാസ്ക്കറ്റിൽ നമ്മൾ നേരത്തെ ചെയ്ത അതേ കണക്ക് തന്നെ കടുകും അതുമൊക്കെ ഇട്ട് വെച്ചു കേട്ടോ. 2 ഓയിലും കൂടെ ഈ ഒരു കുഞ്ഞു ബാസ്ക്കറ്റിൽ ഇവിടെ ആക്കി. ഒലിവ് ഓയിൽ ഞാൻ ആ സ്റ്റാൻഡിൻ്റെ ഒരു തട്ടിൽ കയറ്റി. ഇതും നമുക്ക് മുമ്പിരുന്ന സ്റ്റാൻഡ് തന്നെയാണ്. അതിൻ്റെ ഏറ്റവും താഴെയിൽ 2 ടൈലിൻ്റെ പീസാണ് ഞാൻ അവിടെ കമത്തി ഇട്ടിരിക്കുന്നത്. ഭരണിയും ഭരണിക്കകത്തിരിക്കുന്ന പരലുപ്പിനും പൊടിയുപ്പിനും നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് ആ സ്റ്റാൻഡ് തൂങ്ങും, വളയും. അതുകൊണ്ടാണ് ആ ഒരു ടൈലിൻ്റെ പീസ് അവിടെ വെച്ചിരിക്കുന്നത്. അതാകുമ്പോൾ വെയിറ്റ് ഫുള്ള് അതിൽ പോവും, സ്റ്റാൻഡ് വളയത്തില്ല. പിന്നെ ഇവിടെയൊക്കെ ഇത്രയും നേരം നിന്ന് തുടക്കുകയൊക്കെ മേളത്തെ സ്റ്റാൻഡിൽ നിന്നൊക്കെ അമ്മ പൊടിയൊക്കെ തട്ടി തന്നായിരുന്നു. അതൊക്കെ ഈ ഗ്യാസിൻ്റെ പുറത്തായി. അതുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ വൈകുന്നേരമേ കാണിക്കുന്നുള്ളൂ ഇതിൻ്റെ അകത്ത്. കാരണം ഞാൻ എന്തൊക്കെയോ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കാലം വേദന എടുത്തു, എനിക്ക് വിശക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ പാതി കിട്ടിട്ടൊക്കെ പോയി, പിന്നെ വന്നിട്ടൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ ആദ്യം ഇത് വെച്ചപ്പോഴത്തേക്ക് ഞാനൊരു കാർഡ്ബോർഡ് ബോർഡ് അവിടെ എടുത്ത് പ്ലേസ് ചെയ്തിട്ടാണ് എടുത്ത് വെച്ചത്. പക്ഷേ പിന്നെ എനിക്ക് നോക്കിയിട്ട് അതങ്ങോട്ട് അവിടെ അത് പറ്റുന്നില്ല, ഒരു ലുക്കില്ല. അങ്ങനെ പിന്നെ ഞാൻ ആ മാറ്റിയ വൈറ്റ് സ്റ്റാൻഡ് തന്നെ അവിടെ തിരികെ ആക്കിയിട്ട് ഈ ബോട്ടിൽസ് അങ്ങോട്ട് അടുക്കി വെച്ചു. ഇത് എപ്പോഴും എടുക്കുന്ന ബോട്ടിൽസാണ് ഇപ്പോൾ അടുക്കി വെച്ചേക്കുന്നത് കേട്ടോ. കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ എന്തോ ഒരു മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്. അപ്പോൾ അത് നമുക്ക് എപ്പോഴും എടുക്കാൻ പറ്റണം. അതിങ്ങനെ പുറകിലും മുമ്പിലും ഒക്കെ ആയിട്ട് വെച്ചാൽ ചിലപ്പം ഞാൻ നോക്കിയെടുത്താൽ അമ്മ ഒരെണ്ണം എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരെണ്ണം വന്ന് താഴെ ഇടാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്ലറ്റേർഡ് ആവുകയും ചെയ്യരുത്. നമുക്ക് ഇങ്ങനെ കാഷ്വലായിട്ട് എടുക്കാനും തിരിച്ചു വയ്ക്കാനും പറ്റണമല്ലോ. അതാണല്ലോ അതിൻ്റെ ഒരു ബ്യൂട്ടി. അങ്ങനെ അതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ട്രേ വെക്കുന്നു, അതെടുത്ത് മാറ്റുന്നു. അങ്ങനെ അവസാനം ഇവിടെ ഞാനൊരു ടൈലിൻ്റെ പീസ് വെച്ചു. ഈ തീരെ ചെറിയ വീതി കുറഞ്ഞ കണ്ടെയ്നേഴ്സ് ആകുമ്പോഴേ ഈ ഒരു ഷെൽഫ് നിങ്ങൾ കാണുന്ന പോലെയല്ല, അതിലൊരു 4 ബാറാണ്, ഇടയ്ക്ക് സ്പേസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബോട്ടം ശരിയായിട്ട് പ്ലേസ് ആവാനാണ് ആ ടൈലിൻ്റെ പീസ് വെച്ചത്. പിന്നെ അവിടുന്ന് മാറ്റിയ സാധനങ്ങളൊക്കെ ഞാൻ ഇപ്പുറത്ത് നമ്മൾ മുൻപ് ഈ പൊടികളും മാവൊക്കെ വെച്ചുകൊണ്ടിരുന്ന ഷെൽഫിൽ അവിടെ അടുക്കി വെച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു പാക്കറ്റും കൂടെ അയക്കാനുണ്ടായിരുന്നു, ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ അകത്ത് വെക്കുന്ന ചെടികളൊന്നും വളരുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ ആ 2 കേർട്ടൻ വളരെ എൻതൂസിയാസ്റ്റിക്കായിട്ട് തയ്ച്ചിട്ട സ്ഥലമില്ലേ, അവിടെ ഒരു പ്ലാന്റ് വെച്ചിട്ട് അത് വളരുന്നേയില്ല. എടുത്ത് വെയിലത്തുകൊണ്ട് വെച്ച് തിരിച്ചു വെച്ചൊക്കെ നോക്കിയിട്ട് നടക്കുന്നില്ല. എന്നെക്കൊണ്ട് പറ്റത്തില്ല ആ പരിപാടി. ചിലപ്പോൾ മെനക്കെട്ടാൽ പറ്റുമായിരിക്കാം, പക്ഷേ എനിക്ക് റിവാർഡിങ് ആയിട്ട് തോന്നാത്തത് എന്നെ മടുപ്പിക്കും കുറേ കഴിയുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഗാർഡനിങ് വിട്ടുപിടിക്കുന്നത്, എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അവിടെയും ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും വന്നു. ദിസ് വാസ് 181 കേട്ടോ, ഫ്ലിപ്കാർട്ടിൽ. ആ ലീവ്സ് അങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ യെല്ലോ പോട്ട്, നമ്മൾ പുലിച്ചിറ പെരുന്നാളിന് മേടിച്ചതാണ് ഈ യെല്ലോ പോട്ട്, അതിലോട്ട് എടുത്ത് വെച്ചിട്ട് മണ്ണായപ്പോഴത്തേക്ക് അതിനൊരു കാഴ്ചയ്ക്കൊരു ഭംഗിക്കുറവ്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് നമ്മൾ വാഷിംഗ് മെഷീനിൽ കുറേ പെബിൾസ് ഇട്ട് വാഷിംഗ് മെഷീൻ്റെ ഡോറിൻ്റെ ഗ്ലാസ് ബൗളിൽ കുറച്ച് പെബിൾസ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ അകത്തുനിന്ന് കുറച്ചെടുത്ത് അതിലേക്ക് എടുത്ത് വെച്ചു. ഈ സമയത്ത് അലൻ ഭക്ഷണം കഴിച്ചിട്ട് താണിയിലേക്ക് പോയി, അമ്മയും കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇനിയും കഴിക്കാൻ ചെല്ലുന്നില്ല എന്ന് കണ്ട് അമ്മ ചോറും എടുത്ത് ഇങ്ങോട്ട് പോരുന്നത്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇത് കൊണ്ടുവന്ന് ഞാൻ അകത്ത് വെച്ചു. ഇനി ഇവിടെ ഒരു മണി പ്ലാന്റിൻ്റെ ഒരു ഇതും കൂടെ തൂക്കണം. ഇവിടത്തേക്ക് ഞാനൊരു പ്ലാന്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വന്നിട്ടില്ല. പിന്നെ ഞാൻ തിരിച്ച് പണി കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഓർത്തത് ഇവിടത്തേക്ക് 3 എണ്ണം ഞാൻ മാറ്റിയായിരുന്നു. ഈ ഒരു ഷുഗർ കോഫി ടീ കണ്ടെയ്നേഴ്സിന് പകരവും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദിസ് വാസ് അറൗണ്ട് 350 to 400. ഇതെന്താ റേറ്റ് ഞാൻ കറക്റ്റ് പറയാത്തതെന്ന് അറിയോ? ഞാൻ ഓഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പോയി അത് ചെക്ക് ചെയ്യണം. എനിക്ക് ഇത്രയും ഓർത്തിരിക്കാനുള്ള ഒരു മെമ്മറി പവർ ഒന്നുമില്ല, എസ്പെഷ്യലി നമ്പേഴ്സ്.
ഓർമ്മശക്തിയും ഈ വൺ വേർഡും നമ്പേഴ്സും ഒക്കെ ഓർത്തിരിക്കാൻ പറ്റിയെങ്കിൽ, വർഷങ്ങളൊക്കെ ഓർത്തിരിക്കാൻ പറ്റിയെങ്കിൽ ഞാൻ PSC ഒക്കെ ഞാൻ ട്രൈ ചെയ്തേനെ. ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതൊന്നും ചെയ്യാത്തത്. അപ്പോൾ ആ ഉള്ള 3 പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് മാറ്റിയിട്ട് അവിടെ ഞാൻ ഇത് വെച്ചു. ഇത് മെറ്റലാണെന്നാണ് എനിക്ക് തോന്നുന്നത്, പക്ഷേ എന്തോ സോഫ്റ്റുമാണ്, അത്ര ഹാർഡും അല്ല. എന്ത് മെറ്റീരിയലാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നനഞ്ഞ കൈവച്ച് ഇത് തൊടാൻ പാടില്ല, അതിന് ലൈഫ് കുറയും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നത്തെ നമ്മുടെ കിച്ചൺ റിനോവേഷൻ്റെ ഐറ്റമാണ് ഇത് ഈ കാണുന്നത്. ഇതും പ്ലാസ്റ്റിക് ആണ്. ആൻഡ് ദിസ് ഇസ് അറൗണ്ട് 180 to 200 റുപ്പീസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് ഇറ്റ് ഇസ് ആണ്, ആ ഒരു റേഞ്ചേ ഉള്ളൂ അതിന്. അപ്പോൾ ഇത് കുറച്ച് മറ്റേ നമ്മൾ ഈ വലിയ പാത്രം വെക്കുമ്പോഴുണ്ടല്ലോ, അമ്മയ്ക്കായാലും ഒരു ടെൻഡൻസി ഉണ്ട് കഴുകുന്നതെല്ലാം കൊണ്ട് ഇതിലോട്ടങ്ങ് വെക്കാൻ. അപ്പോൾ അങ്ങനെ ഇത് ക്ലറ്റേർഡായി. ഇതിൽ ആക്ച്വലി വുഡൻ, കുറച്ച് പ്ലാസ്റ്റിക്കും പിന്നെ ആ ഒരു സിലിക്കോൺ 3 സെറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സ്റ്റീലൊക്കെ പിന്നെ ഇതിൽ എക്സ്ട്രാ വന്നേക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് തിരിച്ച് മാറ്റി ഷെൽഫിനകത്താക്കണം. അപ്പോൾ ഞാനത് ഓരോന്നും സെപ്പറേറ്റ് ചെയ്തു. അത് സ്പൂണും ഫോർക്കും നൈഫും എന്നാണ് കാണിച്ചേക്കുന്നത്. വെക്കുന്നത് നമ്മുടെ ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് സിലിക്കോൺ ഐറ്റംസൊക്കെ ഞാൻ ഒന്നിൽ വെച്ചു, പിന്നെ വുഡൻ ഒന്നിൽ വെച്ചു, പ്ലാസ്റ്റിക്സൊക്കെ ഇങ്ങറ്റത്തിലും വെച്ചു. അങ്ങനെ ഇതിങ്ങനെ ഞാനതങ്ങ് അറേഞ്ച് ചെയ്തു. അത് കുറച്ചൊന്ന് ഒതുങ്ങിയത് ഞാൻ പോയി കിടന്ന് ഉറങ്ങി. എണീറ്റ് വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. സന്ധ്യയായി, സൺസെറ്റൊക്കെ കഴിഞ്ഞു മക്കളെ. അല്ലെങ്കിലും എനിക്ക് ഇതും കൊണ്ട് സ്റ്റാൻഡും കൊണ്ട് വെളിയിൽ പോയി നിൽക്കാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു പോർച്ചിൽ ലോണിൽ കൊണ്ട് ക്യാമറ വെച്ചിട്ട് കാണിക്കാന്നുള്ളത്. അപ്പോഴാണ് ഞാൻ ഓർത്തത് നിങ്ങളെ കിച്ചൺ കാണിച്ചില്ലല്ലോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. മണ്ഡപം അലങ്കരിച്ച് ഞാൻ ഇങ്ങനെയൊക്കെയാണ് അവസാനം എത്തിയത് കേട്ടോ. അങ്ങനെ എൻ്റെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ വെറുതെ ചായയും കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഡിവോഴ്സ് ചെയ്യാത്ത എൻ്റെ മാമിയുടെ വക എൻ്റെ ഗൂഗിൾ പേയിൽ കിണുക്കോ എന്നൊരു സൗണ്ട് കേട്ടു. വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഞാൻ കേൾപ്പിച്ചു തരാം. നീ എന്തെങ്കിലും മേടിച്ച് കഴിക്കും. അവിടെ ആയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ അവിടെ വന്ന് എന്റെ ഇതായിരിക്കത്തില്ലല്ലോ, എന്തെങ്കിലും ഞാൻ നിനക്ക് തന്നേനെ, അല്ലെങ്കിൽ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിലും തന്നേനായിരുന്നല്ലോ. ഞാൻ കുക്കുനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്തേക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടൊക്കെ വരുമായിരുന്നു കേട്ടോ. അപ്പോൾ കാല് വയ്യാത്തപ്പോൾ വന്നേനെ. അപ്പോൾ അത് വരാൻ പറ്റാത്തതിൻ്റെ സങ്കടമാണോ ആ കിണുക്കോ. അതിനിടയ്ക്ക് മമ്മി വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ മമ്മീനെ വിളിച്ചു. എനിക്ക് ആ ഡയറി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നാളെ ഞാൻ അലൻ്റെ കൂടെ കയറി സ്കൂളിൽ വരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ വേണ്ട, ഞാൻ അത് വീട്ടിലെത്തിച്ചോളാം, നീ സ്റ്റിച്ച് എടുത്തിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെ മാമി പറഞ്ഞാൽ ഞാൻ ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. മാമിന്ന് നിങ്ങളോട് പറയുന്നതാണ്, ഞാൻ മഞ്ജു എന്നാണ് പറയുന്നത്, മഞ്ജു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാനങ്ങ് കുഴിമന്തി ഓർഡർ ചെയ്തു. അത് വന്നിട്ട് പുള്ളി നമ്മുടെ കുരിശിരിയുടെ മുന്നിൽ നിന്നിട്ട് ലൊക്കേഷൻ അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. അതാണ് ഞാൻ ഇറങ്ങി നിന്ന് കൈയൊക്കെ കാണിച്ചത്. അങ്ങനെ നമ്മുടെ കുഴിമന്തി വന്നിട്ടുണ്ട്. ഞാനങ്ങനെ വളരെ എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. എനിക്ക് വലുതായിട്ട് അങ്ങനെ കണക്ഷൻസ് ഒന്നുമില്ല. ഒരു 10-20 ഫ്രണ്ട്സോ അങ്ങനെയൊന്നുമില്ല. എല്ലാം കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പക്ഷെ ഉള്ളതൊക്കെ ജെംസാണ് കേട്ടോ. അതാണ് ഇപ്പോൾ ഈ കണ്ടത്. നമുക്ക് കഴിക്കാനില്ല എന്നൊന്നും അങ്ങനെയൊന്നും കരുതിയിട്ടൊന്നും അല്ല. എന്തെങ്കിലും അയച്ചിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് നീ ഓർഡർ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും മേടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ കട്ടിലിൽ കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഉത്സാഹമാണല്ലോ. ഇനി കാണാനൊരു സിനിമ ഇടാം. Connected to Crossbeats. Getting that from YouTube. അതെ, നിങ്ങളിപ്പോൾ കേട്ടതുപോലെ ഇന്ന് ഞാൻ കാണാൻ പോകുന്ന ഫിലിം ദേവരാഗമാണ്. ഫിലിം അവിടെ ഇട്ടിട്ട് ഞാൻ ടൈറ്റിൽ വന്നപ്പോൾ പോസ് ചെയ്ത് വെച്ചു കേട്ടോ. എന്നിട്ട് പോയിട്ടാണ് മന്തിയൊക്കെ വിളമ്പിയെടുത്തത്. അതൊരു രസമാണ്. നല്ല ചൂട് മന്തി വേണമെന്നില്ല, നല്ല ചൂട് ഫുഡ്, എസ്പെഷ്യലി ഡിന്നർ. നമുക്കിഷ്ടമുള്ള ഒരു മൂവിയൊക്കെ ഇട്ട് കാണുന്നത്. ഈ ദേവരാഗം, പിന്നെ മാളൂട്ടി, പൂക്കാലം വരവായി, ഇങ്ങനെയുള്ള കുറേ മൂവീസ് എനിക്ക് ഭയങ്കര, ഞാൻ ചുമ്മാ പോയി കാണും. വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു സിനിമ കാണാമെന്നൊക്കെ ചിന്തിച്ചാലും പെട്ടെന്ന് ഇടാൻ തോന്നാതെ മേലെപ്പറമ്പിൽ ആൺവീട്, അതൊക്കെ അതിൻ്റെയൊക്കെ റിപ്പീറ്റ് വാല്യൂ ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ മന്തി എടുത്ത് വന്ന് കഴിക്കാനിരുന്നു. ചിക്കൻ പീസൊക്കെ ടേസ്റ്റ് ചെയ്തു, അടിപൊളി. അൽഫാം മന്തിയായിരുന്നു ഓർഡർ ചെയ്തത്. അമ്മ ചട്ടിയും കൊണ്ട് കഴിക്കാൻ വന്നപ്പോഴാണ് കേട്ടോ ക്യാമറ ഇവിടെ ഓണായിരിക്കുന്നതാണത്. വന്ന സ്പീഡിൽ തന്നെ തിരിച്ചു പോയി. അപ്പം ഞാനും അമ്മയും കൂടി സൊറയൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കട്ടെ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടാറ്റാ.